നമസ്കാരം. ഇന്ന് ഞാനൊരു പുതിയ വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് സൂക്ക് വാക്കിഫ്, ദോഹയിലെ സൂക്ക് വാക്കിഫ് എന്ന സ്ഥലത്താണ്. ഇതെന്ന് പറഞ്ഞാൽ പ്രാധാന്യമായിട്ടുള്ളത് ഇവിടെ സ്പൈസസ്, പിന്നെ ഈ ട്രഡീഷണൽ ഇവിടുത്തെ സാധനങ്ങളൊക്കെ അവൈലബിൾ ആയിട്ട് കിട്ടുന്ന സ്ഥലമാണ്. പിന്നെ ഇതിൻ്റെ ഒരു പാർട്ടിൽ കുറച്ച് ബേർഡ്സ്, ആനിമൽസ്, അങ്ങനെയൊക്കെ കുറേ സംഭവങ്ങൾ നമുക്ക് കാണാൻ പറ്റും. അപ്പം എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് അങ്ങോട്ട് പോകാം. അങ്ങനെ നമ്മൾ വണ്ടി പാർക്ക് ചെയ്ത് ഇപ്പം നമ്മൾ എൻട്രൻസിലേക്ക് പോവുകയാണ്. ഇതാണ് സൂക്ക് വാക്കിഫിൻ്റെ എൻട്രൻസ്. നല്ല വിശാലമായ സ്ഥലമാണ്. നല്ലൊരു ഷോപ്പിംഗ് ഏരിയ തന്നെയാണിത്. ഇത് പണ്ട് തൊട്ടേ ഉള്ള ഷോപ്പിംഗ് ഏരിയ ആണ്. ഇവിടെ വിവിധ തരം സാധനങ്ങൾ അവൈലബിൾ ആണ്. സാധനങ്ങൾ തന്നെയല്ല, നമുക്ക് ഫ്രീ ആയിട്ട് ഇരുന്ന് സംസാരിക്കാനൊക്കെ ഉള്ള സ്പേസ് ഉണ്ട്. പിന്നെ പലതരം റെസ്റ്റോറൻറ്റ്സ് ഉണ്ട് ഇവിടെ. പല വെറൈറ്റീസ് ഓഫ് ഫുഡ് നമുക്ക് കഴിക്കാൻ പറ്റും അവിടെ നിന്നൊക്കെ. പിന്നെയെന്ന് പറഞ്ഞാൽ കാണാൻ തന്നെ വളരെ മനോഹരമായ പ്ലേസാണ്, അട്രാക്റ്റീവ് ആയിട്ടുള്ള പ്ലേസാണ്. പലതരത്തിലുള്ള സ്റ്റാച്യൂസ്, പല പ്രാചീന കാലത്തെ സാധനങ്ങളും ഒക്കെ അവൈലബിൾ ആണ്. അതെല്ലാം നമുക്ക് കാണാം. ഈ വഴിയോരങ്ങളിലെല്ലാം അതിൻ്റെ പ്രദർശനമാണ് നമ്മൾ കാണുന്നത്. നമുക്ക് ഇഷ്ടമുള്ളത് നമുക്ക് വാങ്ങിക്കുകയും ചെയ്യാം. ഇതെല്ലാം അവരുടെ സിമ്പിൾസാണ്. ഇവിടുത്തെ ഓരോ ഇതിൻ്റെയും സിമ്പിൾസൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റും. പിന്നെ ഇവിടുത്തെ റെസ്റ്റോറൻറ്റിൻ്റെ സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ കാണാൻ നല്ല ഭംഗിയാണ്, നല്ല രസമാണ്. ഇതിൻ്റെ ഈ വഴിയോരത്തൂടെ ഇങ്ങനെ നടക്കുമ്പം പലതരം വെറൈറ്റീസ് കാഴ്ചകൾ നമുക്ക് കാണാൻ പറ്റും. ഇത് പേളിൻ്റെയൊക്കെ നല്ല കളക്ഷൻസൊക്കെ ഇവിടെ കിട്ടും. പേളിൻ്റെ മാലകൾ, അങ്ങനത്തെ സാധനങ്ങളൊക്കെ കിട്ടും. പിന്നെ ഖത്തറിൻ്റെ സിമ്പൽ അതനുസരിച്ചുള്ള സാധനങ്ങളും ഒക്കെ നമുക്കിവിടെ ലഭ്യമാണ്. നമുക്ക് നല്ലൊരു കാഴ്ച തന്നെയാണ്, നമ്മുടെ കണ്ണിന് കുളിർമയേകുന്ന നല്ല കാഴ്ചകളാണ്. ഇത് പഴയ കാലത്തെ ബോട്ടാണ്. നമുക്ക് നല്ല രസമാണ് ഇതിലേക്ക് നടക്കാൻ. ഫ്രീ ടൈമിൽ നമുക്ക് ചുമ്മാ ഇങ്ങനെ ഇറങ്ങി നടക്കാനും നമുക്ക് ഷോപ്പ് ചെയ്യാനും ഒക്കെ നല്ല സ്ഥലമാണ്. പിന്നെ ഇവർ കൈകൊണ്ടൊക്കെ ഉണ്ടാക്കിയ സാധനങ്ങളൊക്കെ അവൈലബിൾ ആണ്. ഇതൊക്കെ ഹാൻഡ് മെയ്ഡാണ്. ഹാൻഡ് മെയ്ഡായിട്ടുള്ള മാറ്റുകളും അതൊക്കെയാണ്. നല്ല ഭംഗിയാണ് ഇതൊക്കെ കാണാൻ, നല്ല രസമാണ്. വിലയൊന്നും ചോദിച്ചില്ല, ബട്ട് നല്ല രസമാണ് ഇതൊക്കെ കാണാൻ. കണ്ടില്ലേ എന്ത് ഭംഗിയല്ലേ, കളർഫുൾ ആയിട്ടിരിക്കുന്നല്ലേ. പിന്നെ ഇവിടുത്തെ റെസ്റ്റോറൻ്റ് ഒക്കെ കണ്ടില്ലേ, ഇത് പഴയ കാലത്തെ ബിൽഡിങ് ആ പുതുമയോടുകൂടി തന്നെ അവർ മീൻസ് അത് നിലനിർത്തി തന്നെ അത് റെസ്റ്റോറൻ്റ് ആക്കി മാറ്റിയിരിക്കുകയാണ്. ഇത് കാണാൻ നല്ല ഭംഗിയാണ്, വിശാലമായ സ്ഥലമാണ്. ബട്ട് ഞങ്ങൾ പോയപ്പോൾ നല്ല കാറ്റുണ്ടായിരുന്നു. അതുകൊണ്ട് നല്ല കാറ്റിൻ്റെ ആ ഡിസ്റ്റർബൻസസ് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ കണ്ടില്ലേ ഇവിടെ ബെഞ്ച് ഒക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. അവിടെയൊക്കെ നമുക്ക് ഇരിക്കാം, സംസാരിക്കാം, നല്ല ഭംഗിയാണ്. നമ്മുടെ ഈവനിങ് ടൈമിൽ പോയി ഇരുന്ന് നമുക്ക് ഫ്രണ്ട്സിനെ മീറ്റ് ചെയ്യാനും ഒക്കെ നല്ലൊരു പ്ലേസാണിത്. പിന്നെ ഇവിടെ നല്ല ഒരു ഫൗണ്ടൻ മാതിരി ഒരു ഇതുണ്ട്. ഒരു മീൻസ് നമ്മുടെ നാട്ടിലെയൊക്കെ പണ്ടൊക്കെ കാലത്ത് നമ്മൾ നാട്ടിൽ വെള്ളം കോരിയിരുന്ന തൊട്ടിയില്ലേ, അതിനെന്താ നിങ്ങളുടെയൊക്കെ നാട്ടിൽ പറയുക, ആ തൊട്ടി കൂടെ ഇങ്ങനെ ദേ കണ്ടോ വെള്ളം ഇങ്ങനെ ഫൗണ്ടൻ മാതിരി വീഴുന്ന നല്ല ഭംഗിയില്ലേ. ആവശ്യം പോലെ പ്രാവുകളും ഉണ്ട് ഇവിടെ. നല്ല നാച്ചുറൽ ആയിട്ടുള്ള നല്ല സീനറീസാണ് ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത്. പിന്നെ നല്ല കാറ്റുണ്ടായിരുന്നു. പിന്നെയെന്ന് വെച്ചാൽ ഇത് മാർക്കറ്റിൻ്റെ അകത്തേക്കുള്ള പ്ലേസാണ്. ഇവിടെ നമുക്ക് പലതരം സാധനങ്ങൾ മേടിക്കാൻ ലഭ്യമാണ്. അങ്ങനെ നമ്മൾ അകത്തേക്ക് പോവുകയാണ്. ആക്ച്വലി നമ്മൾ പോയ ടൈമിൽ കടയൊക്കെ ക്ലോസ് ആയിരുന്നു, മോസ്റ്റ് കടകളും. 4 മണി തൊട്ടാണ് ഓപ്പൺ ആവുന്നതെന്നാണ് അവർ പറഞ്ഞത്.
നമ്മൾ വേഗം പോയി വേഗം വന്നു. എന്താണെന്ന് വെച്ചാൽ തണുപ്പായതുകൊണ്ട് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് തണുപ്പത്ത് പോകാൻ. അതുകൊണ്ടാണ് കണ്ടോ തുണി പീസുകൾ, നമുക്ക് ക്ലോത്ത് പീസൊക്കെ എത്ര വേണമെങ്കിലും മേടിക്കാൻ പറ്റും ഇവിടുന്ന്. ഒത്തിരി ഉണ്ട് കടകൾ, ഒത്തിരി കാണാനുണ്ട് നമുക്ക്. നല്ല രസമാണ് ഇതിനകത്തൂടൊക്കെ നടക്കാൻ. ഏത് പീസ് തുണികൾ വേണമെങ്കിലും ഇവിടെ അവൈലബിൾ ആണ്. കളറ് നമുക്കിഷ്ടമുള്ളതൊക്കെ നമുക്ക് സെലക്ട് ചെയ്തെടുക്കാവുന്നതാണ്. പിന്നെ മോസ്റ്റ് സാധനങ്ങൾ ഇവിടെ അവൈലബിൾ ആണ്. ഇനി നമ്മൾ പോകാൻ പോകുന്നത് ബേർഡ് മാർക്കറ്റിലേക്കാണ്. ഇവിടെ പലതരം ബേർഡ്സിനെ നമുക്ക് കാണാൻ പറ്റും. നമുക്ക് ഏത് ബേർഡിനെ വേണേലും മേടിക്കാനും പറ്റും. ഇവിടെ പലതരത്തിലുള്ള പാരറ്റ്സിനെ കാണാം, പിന്നെ ലവ് ബേർഡ്സിനെ കാണാം, പിന്നെ കോഴികളുണ്ട്, ഗിനിക്കോഴികളുണ്ട്, കാടക്കോഴികളുണ്ട്. അങ്ങനെ കുറേ ഇങ്ങനത്തെ സംഭവങ്ങൾ ഇവിടെ കാണാം. നമുക്ക് ഡക്കിനെ കാണാം. എന്തിനു വേണേലും നമുക്ക് മേടിക്കാനും പറ്റും. പ്രാവുണ്ട്. അങ്ങനെ പലതരം വെറൈറ്റി കിളികളെ നമുക്കിവിടെ കാണാൻ പറ്റും. കുറേ കാര്യങ്ങൾ കണ്ടില്ലേ, സ്പൈസസ്, കുറേ ക്ലോത്ത് മെറ്റീരിയൽസ്, പിന്നെ ബേർഡ്സ്, ഫിഷസ് ഒക്കെ കണ്ടു. ഞങ്ങളുടെ ഈ ചെറിയ